കോഴിക്കോട്ട് ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷംജിത റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് റിമാൻഡ്. കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കിയാണ് റിമാൻഡ് ചെയ്തത്. ഷിംജിതയെ കൊണ്ടുവന്നത് സ്വകാര്യ വാഹനത്തിലാണ്. കോടതിയിൽ കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു. വിവരങ്ങൾ അനഘ ഹർഷൻ നൽകും. അനഘ, ഷിംജിത മുസ്തഫയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അമൽ, അതിനാടകീയമായ രംഗങ്ങളായിരുന്നു ഇന്നുടനീളം ഉണ്ടായിരുന്നത്. രാവിലെ 10 മണിക്കാണ് വടകരയിലെ ബന്ധുവീട്ടിൽ വെച്ച് ഷിംജിതയെ അന്വേഷണ സംഘം മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റ് വിവരം അതീവ രഹസ്യമായിരുന്നു. അതിനുശേഷം ഈ ഷിംജിതയുമായി അന്വേഷണ സംഘം നേരെ എത്തിയത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ്. ഈ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഈ വൈകുന്നേരം 5 മണിയോടെ കുന്നമംഗലം കോടതിയിൽ ഈ ഷിംജിതയെ കുന്നമംഗലം കോടതിയിൽ എത്തിച്ചു. ഈ കോടതി 14 ദിവസത്തേക്കാണ് ഷിംജിതയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കേസിൽ ഏറെ നിർണായകം. ഈ പോലീസ് തുടക്കം മുതൽ ഈ നിമിഷം വരെ ഒരു VIP പരിഗണനയാണ് ഷിംജിതയ്ക്ക് നൽകിയത്. ആദ്യം തന്നെ ഷിംജിതയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഭാഗമായി ഉപയോഗിച്ച വാഹനം, ഈ വാഹനം ഒരു സ്വകാര്യ വാഹനമായിരുന്നു. മറ്റൊന്ന്, ഈ വാഹനം മുഴുവനായും സൺഗ്ലാസ് ഒട്ടിച്ച രീതിയിലായിരുന്നു. അതായത് ഷിംജിതയെക്കുറിച്ച് ഒരു വിവരവും മറ്റാർക്കും ലഭിക്കരുത് എന്നുള്ളൊരു ഷാഠ്യം ഈ അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നു. മാത്രമല്ല, നേരത്തെയൊക്കെ തന്നെ BJP ഉന്നയിച്ചൊരു ആരോപണം ഉണ്ടായിരുന്നു. ഈ ഷിംജിതയ്ക്ക് പോലീസിലെ ഒരു വിഭാഗം സംരക്ഷണം ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ശരിവെക്കുന്ന രീതിയിലായിരുന്നു ഷിംജിതയ്ക്ക് ഇന്ന് അന്വേഷണ സംഘം നൽകിയ പരിഗണന. മറ്റെല്ലാ കേസിലും ഇത്തരത്തിൽ പോലീസ് മാധ്യമങ്ങൾക്ക് ഈ വിവരങ്ങൾ നൽകാറുണ്ട്. പക്ഷേ ഇത് 10 മണിക്ക് അറസ്റ്റ് ചെയ്തിട്ട് പോലും ഷിംജിതയെ അറസ്റ്റ് ചെയ്ത വിവരം, ഈ ഷിംജിതയെ അറസ്റ്റ് ചെയ്യാത്തതിൽ മാധ്യമങ്ങളടക്കം പൊതുജനമടക്കം പോലീസിനെ കുറ്റപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലും ഇന്ന് ഷിംജിതയെ അറസ്റ്റ് ചെയ്തിട്ട് ആ വിവരം പോലീസ് എന്തുകൊണ്ട് മറച്ചുവെച്ചു എന്ന ചോദ്യം ഉയരുകയാണ്. എന്തായാലും ഷിംജിതയെ 14 ദിവസത്തേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ റിമാൻഡ് ചെയ്തു. കോഴിക്കോട് ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത മുസ്തഫയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കിയാണ് റിമാൻഡ് ചെയ്തത്. ഷിംജിതയെ കൊണ്ടുവന്നത് സ്വകാര്യ വാഹനത്തിലാണ്. കോടതിയിൽ കനത്ത സുരക്ഷയും ഒരുക്കിയിരുന്നു. അതോടൊപ്പം തന്നെ കനത്ത വിമർശനം ഉയർന്നത് പോലീസ് ഈ ഒരു പ്രതിക്ക് VIP പരിഗണന നൽകിയിരുന്നു എന്നതാണ്. വിവരം നൽകുകയായിരുന്നു അനഘ ഹർഷൻ.